പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ പാണത്തൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 7 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തണം. വീട്ടിലെത്തിയാൽ മതിയാവൂ. കാരണം വേറെ ഒന്നുമല്ല, 7 മണിക്ക് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലാണ്. നമ്മൾ അനീഷ് ചെക്കൻ കപ്പ് നോക്കും. ഏഷ്യാനെറ്റിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് PR ടീമുകള് ഇപ്പോൾ അവിടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഏഷ്യാനെറ്റിനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതിൽ അനുമോള് ജയിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞു മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഏഷ്യാനെറ്റിന്റെ ടീമുകള് കൂട്ടിയിട്ട് ആ PR എന്ന് പറയുന്ന അയാളില്ലേ, ആ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, PR എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങാതി, അവനെ ഏൽപ്പിച്ചിട്ട് ഇവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാവുന്നതാണ്. അതായത് പിന്നെ അവർ നിന്നിട്ട് കാര്യമില്ല. അവർക്ക് പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ PR-നെ ഏഷ്യാനെറ്റ് ഏൽപ്പിക്കണം, PR-നെ ബിഗ് ബോസ് ഏൽപ്പിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ അവന്മാരല്ലേ ജയിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR-കൾ പറയുന്നത് ഞങ്ങളെ ആള് ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം എന്ന് ഏഷ്യാനെറ്റിനെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ ജനങ്ങളാണ് ജയിക്കേണ്ടത്, PR-കളല്ല. ഇവിടെ PR-കൾ ജയിക്കാൻ പാടില്ല. PR-കൾ ജയിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പിന്നെ ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജയിക്കേണ്ടത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ്, ആ പ്രേക്ഷകർ. അത് ബിഗ് ബോസ് ടീം തന്നെ അത് തീരുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് ബിഗ് ബോസ് ടീമിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പലതരത്തില് ഡേർട്ടി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ഒരു അനുമോളക്ക് വേണ്ടിയിട്ട്. അതായത് അനുമോളെ മാത്രമേ ഞങ്ങൾ വിജയിപ്പിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ ഒരാളെയും വിജയിപ്പിക്കത്തില്ല. ഇവിടെയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷവാദികളാണെന്നാണ് പറയുന്നത്. അതായത് ഇവന്മാർ പറയുന്നത് ഞങ്ങളൊക്കെ നിഷ്പക്ഷവാദികളാണ്. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ കുരച്ചുകൊണ്ടിരുന്നത്? അതായത് ഇവിടെ അനുമോളക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവരൊരു നിഷ്പക്ഷമല്ല. അങ്ങനെ നിഷ്പക്ഷക്കാരാണെങ്കിൽ ഇവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണ്ടേ? അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ കപ്പടിപ്പിക്കാത്തത് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനു വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യും എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിന്. നിങ്ങൾക്കറിയാലോ, അതായത് PR-ന്റെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള സമ്മർദ്ദമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സാധാരണക്കാരനാണ് ഇതിൽ ജയിക്കേണ്ടത്. കാരണം ഏഷ്യാനെറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കപ്പടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെ കപ്പടിക്കും ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, PR-കൾ തീരുമാനിക്കും. അത് ആര് വിജയിപ്പിക്കണമെന്ന്, ആര് വിജയിയാകണമെന്ന് PR-കൾ തീരുമാനിക്കുമെന്നാണ് ഒരു വിദ്വാമെന്ന് പറയുന്നത്. അതായത് അവനെന്തോ ഏഷ്യാനെറ്റിന്റെ വലിയ ഹെഡ് മാധവൻ സാറ് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴെയാണ്. അവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഹെഡ് എന്നാണ് പറയുന്നത്. അതായത് മാധവൻ സാറ് പോലും താഴെയാണ് അറിഞ്ഞത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എന്താ പറയേണ്ടത്, ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ വരെ സ്വാധീനിച്ച്, അതുപോലെ തന്നെ ഒരുപാട് പൈസകൾ മുടക്കി, പൈസകൾ വാരി എറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇവന്മാർ PR-കൾ നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു നിർണായക മത്സരമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല ഇതും പറയും. അതായത് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ജിൻഡോ ജയിച്ചില്ലേ, ഇപ്രാവശ്യം മറ്റേ ഇവര് ജയിച്ചില്ലേ എന്നൊക്കെ ഇവന്മാർ പറയും. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ജയിച്ചില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇപ്രാവശ്യം അനുമോൾ ജയിക്കും എന്നൊക്കെ PR-കളുടെ വിളമ്പെന്നാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ നമ്മളെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഏഷ്യാനെറ്റ് സമ്മതിക്കത്തില്ല. ഇപ്പോൾ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ബോധം കെട്ട് വീണെന്നാണ് പറയുന്നത്. അതായത് കപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെക്കാട്ടിയും വലിയ സങ്കടമായിരിക്കും അറിയാം. കപ്പില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെക്കാട്ടിയും വലിയ സങ്കടം നമ്മുടെ PR-കൾക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 50 ലക്ഷവും മോഹിച്ചിട്ടും 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയാണ്. ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത്. അതായത് ഒരു വലിയൊരു ഷോയെ, ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയെ ഇങ്ങനെ നശിപ്പിച്ച് കഴിയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എത്ര കോടിക്കാണ് എല്ലാവർക്കും ആരാണ് എന്ന് പറഞ്ഞത് മാറി. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് മാറി. അതിനെ അനീഷെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സ് ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം സപ്പോർട്ടാകുകയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണം ഭാര്യ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടോ, നല്ല ഭംഗിയുടെ സ്ഥലത്തൂടെ പോകുന്ന കേട്ടോ. അവർ ഭയങ്കര സംഭവം തന്നെയാണ്. ഏതായാലും അനീഷ് കപ്പ് തൂക്കുന്ന എനിക്ക് എൻ്റെ മക്കളെ, എനിക്ക് ആ ഒരു 7 മണിയാകാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞുമക്കൾ.
ഞാൻ പറയാലോ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ് ഇത്. അതായത് നമ്മളെ എന്താ പറയുന്നത്, PR-കളും അതുപോലെ തന്നെ എന്ന് പറയുന്ന ചാനലുകളും തമ്മിലുള്ള മത്സരമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര്, ഒരുപാട് അമ്മമാര് അതായത് ഇന്നലെ അവരെ കരയുകയാണ് ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെ ദ്രോഹിക്കുന്നത് കണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉറക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇതുപോലെ ഒരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ അമ്മമാര് കഷ്ടപ്പെടുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മകൻ, അതായത് ഒരു സാധാരണക്കാരുടെ മകൻ, ഒരു കൃഷിക്കാരൻ ഇവിടെ ജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇല്ലെങ്കിൽ ഇത് നമ്മൾ തന്നെയാണ് ഇതിന് പരാജയത്തിന് കാരണമാകുക. അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞു മക്കളെ. അതുകൊണ്ട് നമുക്ക് അനീഷ് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഏഷ്യാനെറ്റ് ഒന്ന് ചിന്തിക്കും, ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും PR-കളെ ഇവിടെ ജയിപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജനങ്ങളാണ്, പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. എപ്പോഴോ വന്ന ഒരു വോട്ടാവളിയെ സകല ചാനലിൽ കയറിയിട്ട് പറയാം അവിടെ അനിയോട് കപ്പ് നോക്കും, അനിയോട് കപ്പ് നോക്കുമെന്ന്. ഇവൻ എവിടുന്നാ വരുന്നത് ഈ വോട്ടാവളിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവൻ ആദ്യമായിട്ട് വന്നിട്ടാണ് ഇമാതിരി തോന്നിയവാസങ്ങൾ ഇളക്കുന്നത്. അതായത് ഒരു വലിയ ഷോയുടെ, ഒരു വലിയ ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ തീരുമാനിച്ചാൽ പറ്റുമോ? ആനന്ദ സാറിനോടും അതുപോലെ ഏഷ്യാനെറ്റിന്റെ ടീമായ മോഹൻലാലിനോടുമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇതുപോലെ എടുത്തന്നെ നിങ്ങൾക്ക് വളർത്തണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആ അനീഷിന് കപ്പം കൊടുക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഒരു ടിസ്റ്റ് കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 7ന്റെ പണിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടൊരു 1 മിനിറ്റൊക്കെ മതി ഒന്ന് മാറി മറിയാൻ. 1 മിനിറ്റ് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, 1 മിനിറ്റ് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറി മറിയും. ഇത് ഒരു 7ന്റെ പണിയായിട്ട് തന്നെ വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് നല്ല ഭയമുണ്ട്. രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR ടീമുകളെ കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കല. എന്താ വെച്ചാൽ അൺഫെയർ ആണ്. അതായത് അനീഷിന് കപ്പ് കിട്ടി കഴിഞ്ഞാൽ അൺഫെയർ ആണ്. അല്ലെങ്കിൽ അനീഷിന് കപ്പ് കിട്ടി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് തീർന്നു. അനീഷ് പിന്നെ ആർക്കാണോ കൊടുക്കേണ്ടത്? ഈ സെലിബ്രിറ്റിക്കാ. അതായത് വായു മൊത്തം കള്ളം മാത്രം പറയുന്ന ഈ സെലിബ്രിറ്റിക്കാണോ കൊടുക്കേണ്ടത്? 500 ആൾക്കാരെയും വെച്ചിട്ട് അവിടെ PR ജോലിയെടുത്ത്, PR പണിയും എടുത്ത് എന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ സെലിബ്രിറ്റിക്കാണോ കൊടുക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ എല്ലാവരും അതായത് ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചോ. കാരണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും അവർക്ക് കപ്പ് കിട്ടാൻ പാടില്ല. അത് കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ PR-കൾ ജയിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ PR-കളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത പ്രാവശ്യം മുതൽ ഒരു ഇതുപോലെയുള്ള ഒരു ഷോ വേണ്ട. അവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ PR, ആർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ വാരി എറിയാൻ കഴിയുന്നത്, അവരെ വിജയിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് ഈ ഷോയെ കൊണ്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അനീഷ് തന്നെ കപ്പടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അനീഷ് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ വിന്നറായിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.